കുറ്റ്യാടിയിൽ LDF ഉയർത്തിക്കാണിക്കുന്ന ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ലെന്ന് പാറക്കൽ അബ്ദുള്ള. കുറ്റ്യാടിയിൽ ഞാൻ 5 വർഷം MLA ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നിലവിലെ MLA ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നതെന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. വികസന മുരടിപ്പിനും അക്രമ രാഷ്ട്രീയത്തിനും എതിരായുള്ള വിധിയെ എഴുതാനാവും കുറ്റ്യാടി എന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. വടകര പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 മുതൽ 21 വരെ 5 വർഷക്കാലത്തെ എൻ്റെ MLA എന്നുള്ള നിലയിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ 2021 മുതൽ 26 വരെ എന്തൊക്കെ നടന്നു എന്നും അവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇത് രണ്ടും തുലനം ചെയ്യുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞു, ഞാൻ പരസ്യമായൊരു ഡിബേറ്റിന് തയ്യാറാണ്. കുറ്റ്യാടിയുടെ ജനപ്രതിനിധികളുമായി നിലവിലുള്ള ആ വികസന പ്രവർത്തനങ്ങളുമായി എന്താണ് ഞാൻ നിങ്ങളെ തന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഡിബേറ്റിന് തയ്യാറാണ്. എന്താണ് പറയട്ടെ, ഈ അവകാശവാദങ്ങളൊക്കെ തീർത്തും ഞാൻ നിഷേധിക്കുന്നില്ല. ഒരു MLA എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും MLA നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? സ്വാഭാവികമായും നാട്ടിലെ വികസനത്തിനുണ്ട്. വികസനം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ നമ്മൾ എതിർക്കാൻ പോകുന്നതിന്. പക്ഷേ സ്വന്തമായി കൊണ്ട് ഈ ആരാൻ്റെ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്ന രൂപത്തിലുള്ള വികസനം അതാരെ കണ്ടുപിടിയില്ല. ഒരു ഗിമ്മിക്ക് എന്നല്ലാതെ എന്താ പറയാൻ സാധിക്കുക. അവിടെ അങ്ങനെ യാതൊന്നും അത്തരം വികസനം ഇയാൾ ഉയർത്തിക്കാണിക്കുന്ന, ഇടതുപക്ഷം ഉയർത്തിക്കാണിക്കുന്ന ഒരു വികസനവും നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെ വികസനം വന്നിട്ടുണ്ട്. ഞാൻ പറയാം, 2016 ഞാനവിടെ കുറ്റ്യാടി ജയിച്ചു വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ കുറ്റ്യാടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നതിൽ കുറ്റ്യാടി ടൗണിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ബൈപ്പാസാണ്. ആ ഒരു ബൈപ്പാസ് കൊണ്ട് മാത്രം കുറ്റ്യാടി പ്രശ്നം തീരില്ല, അത് വേറെ കേസ്. ആ ഒരു ബൈപ്പാസ് ഉണ്ടായാലും ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാനാവും എന്നുള്ളതാണ്. അതിനു വേണ്ടി 2016 ഞാൻ വന്നപ്പോൾ LAക്ക് ഒരു 2 കോടി എന്ന് കാലങ്ങളായി 10 വർഷമായി LA 2 കോടി ബജറ്റിൽ വെക്കുമെന്നല്ലാതെ ഒരു പേപ്പർ വർക്കും എവിടെയും അതിൻ്റെ പേരിൽ ഒരില അനങ്ങിയിട്ടില്ല. ഞാൻ വില്ലേജ് ഓഫീസിലും അതിൻ്റെ രേഖയായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഇറങ്ങി തിരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് സങ്കീർണമായ ഒരു കുരുക്കപ്പെട്ട് കിടക്കുകയാണ്. എന്താ ഇത് മുഴുവൻ ഈ വില്യാപ്പള്ളി സ്വദേശി ഹോട്ടൽ മുതൽ തണ്ണീർത്തടായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് FMBയിൽ. നേരത്തെ അങ്ങനെയാണ്. ഇത് റെക്കോർഡിക്കലി ഇത് മുഴുവൻ എന്താണ് 1200 മീറ്ററും 1400 മീറ്റർ റോഡാണുള്ളത്. തണ്ണീർത്തടാനെന്ന് പറയാൻ അത് മാത്രമല്ല, കായക്കൊടി വില്ലേജിലൂടെയും കടന്ന് 2 വില്ലേജിലും ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് എൻ്റെ ആദ്യത്തെ ഏർപ്പാട്, കാരണം ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ വില്ലേജ് ഓഫീസിലും മറ്റും ചെല്ലുമ്പോൾ അവർക്കറിയില്ല ഇതാരെഴുതി ഇതെങ്ങനെ. ഇത് നേരത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള സാധനം എഴുതി ഇങ്ങനെ പോയതല്ലാതെ വേറൊന്നും അതിലില്ല. വേറെ ആരും ഇതിനെ പരിശോധിച്ചിട്ട് പോലുമില്ല. വികസന മുരടിപ്പിനും അക്രമ രാഷ്ട്രീയത്തിനും എതിരായുള്ള വിധിയെഴുത്താവും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പെന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നും കുറ്റ്യാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. വടകര പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ MLA ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നിലവിലെ MLA ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത്. 1100 കോടിയുടെ വികസനം നടത്തിയെന്ന അവകാശവാദമാണ് നടത്തുന്നത്. 700 കോടി രൂപയിലധികം താൻ MLA ആയിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനമാണ്. വികസനവുമായി ബന്ധപ്പെട്ട പരസ്യമായ സംവാദത്തിന് തയ്യാറാണ്. കുറ്റ്യാടി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ 20% പ്രവൃത്തി മാത്രമാണ് പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളതെന്ന് നിയമസഭയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ചടങ്ങിൽ വടകര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് OK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിജേഷ് PK സ്വാഗതവും ട്രഷറർ രാജീവൻ പറമ്പത്ത് നന്ദിയും പറഞ്ഞു. ഈ അദ്ദേഹം ജനപ്രതിനിധി ആയപ്പോൾ നടന്ന കാര്യം ഞാനീ പറയുന്ന 700 ചില്ലാനം കോടിയും അയാളതാണെന്ന് അവകാശപ്പെട്ടാൽ എന്നിട്ട് ഞാൻ 1100 ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താ? ഏതാണ്ട് അതേ തന്നെ ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ട് 299 300 കോടിക്ക് താഴെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞു 528 കോടി ജൽജീവൻ മിഷനാണ്. അതിവിടെ രമക്കും അവകാശപ്പെട്ടതായത് ഹൈവേ ബൈപ്പാസ്. അത് രമേൻ്റെ മൂരാട് മുതൽ പൂഴിത്തല വരെ രമക്കും അവകാശപ്പെട്ട അതിലുള്ള പാലും അതിലുള്ള റോഡും അതിന് എത്ര കോടി വരുന്ന കണക്കൂട്ടിയിട്ട് അതുപോലെയുള്ള ജൽജീവൻ മിഷൻ.
ഇവിടെ തന്നെ അല്ലേ. എന്നിട്ടും നിങ്ങളാരും അത് തിരിച്ച് ചോദിച്ചില്ല. ജൽജീവൻ മിഷൻ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കാൻ നിങ്ങളാരും ചോദിച്ചായിട്ട് ആ പത്രത്തിൽ കണ്ടിട്ടില്ല. ആരും ചോദിച്ചില്ലല്ലോ. അപ്പം നമ്മളിവിടെ നിഷേധിക്കുന്നത് രമ പറയുന്നത് തന്നെയാണ്, വടകര നടന്നത് തന്നെയാണ് കുറ്റ്യാടിയും നടന്നിട്ടുള്ളൂ. അതിലപ്പുറത്തൊന്നും നടന്നിട്ടില്ല. കുറ്റ്യാടിയിൽ നേരത്തെ കൊടുത്ത ഈ പുഴയോരം കെട്ടുന്ന ആ വീടും ഇതൊക്കെ ഭീഷണിയുള്ള സ്ഥലം അതൊക്കെ അന്ന് പാസ്സായി. കോവിഡ് കാലത്തെല്ലാം പാസ്സായി. കുറ്റിൻ്റെ വർക്ക് ഇപ്പോൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പേപ്പറൊക്കെ ഞാൻ നിങ്ങളെ തന്ന് ഇവിടെ കൊണ്ടുവന്നു. ഇതെല്ലാം ഇതിപ്പോൾ ഈ ഏതെങ്കിലും ഒരു വർക്ക് നടന്നതിനാ ഞാൻ നിഷേധിക്കുന്നില്ല. ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് വന്നാലും MLA-മാരുടെ ശ്രദ്ധ പോലെ ഇരിക്കും നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ. അത് നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തൊക്കെ ഒന്ന് ചെയ്താൽ നിങ്ങളെല്ലാവരും ഗവൺമെൻറ് അല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ MLA-ക്ക് പിന്നെ റോളൊന്നുമില്ലല്ലോ, എല്ലാം ഗവൺമെൻറ് ചെയ്താൽ പോരെ.